ഹായ് നമസ്കാരം, അഭിലാഷ് ഷാട്ടയാണ്. നിഷ, പണ്ടൊരു സിനിമ വന്നില്ലേ, അതായത് ഇപ്പൊ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ ചില ആൾക്കാർ എഴുതുന്നുണ്ട് മൂക്കില രാജ്യത്ത്. ആ സിനിമയിൽ 2 സംവിധായകരുണ്ടായിരുന്നു. ഒന്ന് താഹനെ അറിയില്ലേ? പിന്നെ അശോകൻ. അപ്പൊ ഈ താഹ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പറക്കും തളിയൊക്കെ ചെയ്ത് അദ്ദേഹത്തിന്റെ ഫേസ് ഓർമ്മ കിട്ടുന്നുണ്ടോ? അല്ല, ഓർമ്മ കിട്ടും, കാരണം താഹയുടെ ഓർമ്മ കിട്ടും. പക്ഷെ അശോകൻ എന്ന് പറഞ്ഞ ആളുടെ ഓർമ്മ കിട്ടുന്നുണ്ടോ ഏതെങ്കിലും രീതിയിൽ? ആ പുള്ളി പിന്നെ വേറെ സിനിമ ചെയ്തിട്ടുണ്ട്, ആചാര്യൻ എന്ന് പറഞ്ഞ സുരേഷ് ഗോപിച്ചേന്റെ സിനിമ ചെയ്തിട്ടുണ്ട്. ആ പറക്കുന്നില്ല, അതല്ല, താഹയുടെ കാര്യം പറയാം. താഹ എന്ന സംവിധായകൻ മൂക്കില്ല രാജ്യത്ത്, മുറുമുക്കൻ രാജ വേറെ പടം, അത് മനോജ് ഗജൻ ആനിയുടെ ഒരു പടമുണ്ട്. ഇത് മൂക്കില്ല രാജ്യത്ത് എന്ന് പറഞ്ഞാൽ മുകേഷ് ചേട്ടൻ, സിദ്ദീഖ്, തിലകഞ്ചേട്ടൻ, ജയിച്ചേട്ടൻ കോമ്പോ. അപ്പോൾ അതിൽ താഹയും അശോകനാണ് ഡയറക്റ്റ് ചെയ്തത്. ഇതിൽ അശോകൻ എന്ന് പറഞ്ഞ ആൾ പിന്നീട് ആചാര്യൻ പടം ചെയ്തു. അതിലും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അശോകൻ ചേട്ടൻ എന്ന പെട്ടെന്ന് നമുക്ക് അത് ഫേസ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ലാൽ ജോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ ഫേസ് നമുക്ക് ഓർമ്മ വരും, ഓർമ്മ വരില്ലേ? പിന്നെ സത്യനന്ദിക്കാട് എന്ന് പറയാൻ ഓർമ്മ വരും. അപ്പോൾ എന്താ കാര്യം എന്ന് പറയാം, ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചില ആളുകൾ, നമ്മുടെ സുഹൃത്ത് വരെ ഇപ്പൊ ഡൂപ്പായിട്ട് വരുന്നുണ്ട്. നിഷാദിനോട് ഒരു കാര്യം പറയണത്, നമ്മുടെ ബോച്ചയുടെ ഇതിലോട് വരുന്നുണ്ട്, പക്ഷെ നമ്മൾ നേരിട്ട് പറഞ്ഞിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിണക്കായാലും അല്ലെങ്കിൽ ഒരു സങ്കടമായാലും. അപ്പൊ നിഷാദിനോട് മാത്രമല്ല കുറച്ച് പേരോട് കൂടി പറയാം. നോക്കട്ടെ, എന്റെ പേര് നിഷ ഇടിക്കുന്നുള്ള പേര് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ക്യാമറ അഭിലാഷാട്ടായി ആറട്ടൻ അങ്ങനെ, അലിൻ ജോസ് ആണല്ലോ അങ്ങനെ, നമ്മുടെ ഓൾ ബ്രൈറ്റ് ആണല്ലോ. അതെ, അവര് ഞങ്ങളെല്ലാവരും സ്വന്തം പേരിലാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ കൂടെയുള്ള നിഷാദ് മാത്രം വേറെ ഒരു പേരിലേക്ക് വരികയാണ്. അപ്പൊ നിഷാദ് വിഷ്ണു കൊച്ചിക്കാരനാണെങ്കിലും മാഹിൻ മൂവാറ്റുപുഴയാണെങ്കിലും എല്ലാവരും തിരിച്ചറിയും. അതുകൊണ്ട് ഞങ്ങളുടെ പ്രൊഫൈല് കറക്റ്റ് ആണ്. പക്ഷെ നിഷാദിനെ സംബന്ധിച്ച് നിഷാദ് ബോച്ചയായിട്ടാണ് വേറൊരാളുടെ ഇതിന് വേഷം പകർപ്പിൽ വരുമ്പോൾ നിഷാദ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. ഞാൻ എന്റെ യഥാർത്ഥ പേര് നിഷാദ് എന്നാണെന്നും ഞാൻ ബോച്ചയുടെ ഡൂപ്പാണെന്നൊക്കെ പറഞ്ഞു തരേണ്ടി വരും. പിന്നെ ഇതിന് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ ഒരിക്കൽ നമ്മുടെ ബോച്ച നേരിട്ട് വന്നിട്ട് പറയാം എന്റെ ഡൂപ്പ് ആരും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് തീർന്നു. പിന്നെ ഇതോ അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, കാരണം ഈ നിഷാദിനെ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നിഷാദ് ഈ ബോസിയായിട്ട് വരുമ്പോ ആ ഫേസ് ആണ് ആൾക്കാർ രജിസ്റ്റർ ചെയ്യുള്ളൂ, അല്ലേ? കാരണം എനിക്ക് ഉദാഹരണം ഞാൻ പറയാം, ഞാൻ തന്നെ താടി മുടി നീട്ടി കഴിഞ്ഞ് ഇത് വെട്ടിയപ്പോൾ കുറേ പേരൊക്കെ എന്ന് പറഞ്ഞാൽ അഭിലാഷ് ആണെന്ന്, പിന്നെ ഇപ്പോഴാണ് അഭിലാഷ് തന്നെയാണെന്ന് അറിയാം. താടി മുടി നീട്ടിയിട്ട് വേറെ ലുക്കിൽ വന്നപ്പോൾ താടി മുടി പഠിച്ചപ്പോൾ കുറച്ച് പേർക്ക് തിരിച്ചറിഞ്ഞില്ല. ആണറിഞ്ഞോ? ഇല്ല, സ്വന്തം ഐഡിയയിൽ തന്നെ നിഷാദ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫേസ്, അതായത് ഐഡന്റിറ്റി കൊടുക്കുക, ഇതാണ് ഞാൻ നിഷാദ് കല്ലിങ്കൽ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഹോട്ടലിൽ കയറി, അദ്ദേഹത്തിനോട് ഞങ്ങളോട് പ്രോഗ്രാം ചെയ്യാൻ കയറിയപ്പോൾ അപ്പൊ ഞാനും നിഷാദും കൂടെ ഫുഡ് കഴിക്കാൻ കയറി. അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഫസ്റ്റ് എണീറ്റ് വന്ന് കയ്യെ കഴിയിട്ട് പൈസ കൊടുക്കാൻ നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് ചേട്ടൻ എന്നോട് ചോദിച്ചു നിഷ ഇടിക്കല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു അതെ. അപ്പൊ എന്നോട് പറഞ്ഞു ആട്ടായത്തിന്റെ വീട് ഇവിടെ തൊട്ടടുത്താണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോ നിഷാദ് വരുന്നത് കയ്യെ കഴിയിട്ടാ ഫുഡൊക്കെ കഴിച്ചിട്ടാ. അപ്പൊ ഞാൻ നിഷാദിനെ പരിചയപ്പെടുത്താൻ ഇതാണ് നമ്മുടെ ബോച്ചയുടെ ഡൂപ്പ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടാ. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആളുകൾ അറിയുള്ളൂ. നിഷാദിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ സ്വന്തം ഐഡിയയിലല്ല ആള് നിൽക്കുന്നത്. പക്ഷെ എനിക്ക് അവരോട് താല്പര്യമില്ല. സ്വന്തം ഐഡിയയിലാണ് നമ്മൾ നിൽക്കേണ്ടത്. എനിക്കൊരു താല്പര്യം ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ നിഷാദിനോട് നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഇല്ല, ഇഷ്ടക്കുറവല്ല. ഞാനത് നിഷാദിന്റെ അടുത്ത് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങളൊരു കടയിൽ ബ്ലോഗ് ഷൂട്ട് ഉണ്ടായിരുന്നു. കാരണം നിഷാദ് കല്ലുങ്കൽ എന്ന വ്യക്തി വരണം, നല്ല അദ്ദേഹത്തിന്റെ ഒറിജിനൽ. കാരണം അവൻ ഒരു പടത്തിലെ നായകനാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞൊരു സിനിമ, മമ്മി സഞ്ജയുടെ പടത്തിൽ നായകനാണ്. ഒരുപാട് വെബ് സീരീസിലുണ്ട്. അങ്ങനെയുള്ള വ്യക്തിയാണ്. പക്ഷെ അവന് തിരിച്ചറിയാം, തിരിച്ചറിയുന്നുണ്ട്. അവന്റെ ഫേസ് രജിസ്റ്റർ ആവുന്നുണ്ട്. പിന്നെ കിംബോയുടെ ഐഡിയയിലാണ്. പിന്നെ മനോജ് ഇല്ല, നമ്മുടെ ഓണത്തിനിടയ്ക്ക് ഫുഡ് വെച്ചിട്ട് മനോജിന്റെ പിറന്നാളാട്ടോ, നമ്മുടെ ടൈഗർ ആണ്. ഇല്ല, എനിക്ക് തീരെ സമയമില്ല കേട്ടോ. ഞാനിപ്പോ തന്നെ ഒരു ബർത്ത്ഡേ വിഷ് ഇട്ടേക്കാം. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ മനോജിന് എല്ലാവിധ പിറന്നാൾ ആശംസകളും, അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ എല്ലാവരും തിരിച്ചറിയാം. അപ്പൊ നിഷാദ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്വന്തം ഐഡിയയിൽ വരിക, ബോച്ചയായിട്ട് വരണം, എങ്കിലും സ്വന്തം ഫേസ് കൂടി രജിസ്റ്റർ ആവണം, അല്ലേ? അതാണ് വേണ്ടത്. എന്തായാലും താങ്ക് യു നിഷ. അപ്പൊ എന്തായാലും മലയാളമൊക്കെ എഴുതി പഠിച്ചു, അല്ലേ? നന്നായിട്ട് പഠിച്ചു. അപ്പൊ ഞങ്ങൾ നിഷാനെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ, ഇത് നല്ലതിന് വേണ്ടി പറഞ്ഞ, ആരെയും കുറ്റം പറയുന്നതല്ല കേട്ടോ. നിഷാദിനെ അല്ല കേട്ടോ, വിഷ്ണു പറഞ്ഞ പോലെ ആറാട്ടനെ അല്ല കേട്ടോ, ആറാട്ടനെ അല്ല കേട്ടോ.